ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങ അരച്ച് ചേർക്കാതെ, തേങ്ങാപ്പാൽ ഒഴിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1.5 കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയിട്ട് ഓവർനൈറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. ഓവർനൈറ്റ് വെക്കുന്നില്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. സവാള ചേർക്കാം. വലിയൊരു സവാള ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് നമുക്കിതിലേക്ക് ചേർക്കണം. മീഡിയം സൈസിലുള്ള ഇഞ്ചിയും പിന്നെ 8 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇതിന് പകരം വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. പിന്നെ തക്കാളി 2 മീഡിയം സൈസിലുള്ള തക്കാളിയാണ്. വലുതൊക്കെ ആണെങ്കിൽ 1 എടുത്താൽ മതിയാവും. അപ്പോൾ 2 തക്കാളി കഷ്ണങ്ങളാക്കിയതും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പെരിഞ്ജീരകം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ആണെങ്കിൽ അത് ചേർക്കാം. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് തന്നെ കടലയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് കടലയിലേക്ക് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ദേ ഞാനിതിവിടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കടല നന്നായിട്ട് മുങ്ങി നിൽക്കുന്ന വണ്ണം കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചുകൊണ്ട് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ 6-7 വിസിലൊക്കെ കൊണ്ടുവന്ന് കടല നന്നായിട്ട് വെന്ത് കിട്ടും. 6 വിസിൽ വന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതായിരുന്നു. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ദേ കടല ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, 6 വിസിലൊക്കെ കൊണ്ട് കടല വെന്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചുകൊണ്ട് 1 വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. മാത്രമല്ല ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. നോൺ വെജ് കറിയുടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ടൊക്കെ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ചേർത്ത് കൊടുത്തോളൂ. പിന്നെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കായം, കൂടുതൽ വേണ്ട 1/2 ടീസ്പൂണൊക്കെ കായം കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോട് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഏതിൻ്റെ കൂടെയാണോ കഴിക്കുന്നത് അതിനൊക്കെ അനുസരിച്ചിട്ട് ഗ്രേവി തയ്യാറാക്കിക്കോളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ അടച്ച് വെക്കാതെയാണ് ഒന്ന് കുറുക്കിയെടുക്കുന്നത്. കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു കടലക്കറി വളരെ സിമ്പിളല്ലേ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്